ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിയോൺമെൻറ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്നാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അയാളുടെ മുന്നിലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാറുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അതിൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൻ്റെയും മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അതിലേതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ബെറ്ററായിട്ട് ആ റിട്ടേൺ കിട്ടുക, അതേപോലെ തന്നെ റിസ്ക് കുറവുള്ളത് എവിടെയാണ്, നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റിസ്ക് എവിടെയാണ് ഉള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഒരു വ്യക്തിക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുമോ ആ എല്ലാ ഏരിയാസിനെയും അല്ലെങ്കിൽ ആ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് വിളിക്കാം. അവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് മുമ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും ഡീമെറിറ്റ്സും അതേപോലെ തന്നെ മെറിറ്റ്സും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഏതാണ് എന്ന് സെലക്ട് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഏരിയാസിനെയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് വിളിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറയും. അതിൽ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷെയർസ്. നമുക്കറിയാം കമ്പനി അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, ആ ഷെയർ ക്യാപിറ്റലിനെ ഈക്വൽ യൂണിറ്റുകളായിട്ട് ഈക്വൽ ആൻഡ് സ്മോൾ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തതിൽ ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ അങ്ങനെ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒരാളെ കൊണ്ട് അത് എടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ ആ ഒരു വലിയ എമൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കമ്പനി ചെയ്യാറുള്ളത് ഈ വലിയൊരു എമൗണ്ടിനെ ഈക്വൽ ആൻഡ് സ്മോൾ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യും. പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് പബ്ലിക്കിന് എന്ത് ചെയ്യാം? അതിൽ ഓരോ ഷെയറുകൾ പർച്ചേസ് ചെയ്യും. ഒരു ഷെയറോ അല്ലെങ്കിൽ ഒന്നിലധികം ഷെയറുകളോ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് അയാൾ എന്തായിട്ട് മാറും? ആ കമ്പനിയുടെ ഓണറായിട്ട് മാറും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗത്തെയാണ്. ഷെയറിനെ നമ്മൾ സാധാരണയായിട്ട് ഡിഫൈൻ ചെയ്യാറുള്ളത് ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെയറിലെ ഒരു ഷെയറിനെയാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഷെയറിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുക. അതായത് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഈക്വൽ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ഷെയർസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അതിലെ ഒരു ഷെയറിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കവിടെ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ കാണാം. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലെ ഒരു ഷെയറിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കമ്പനി ഓഫർ ചെയ്യുന്നതാണ് അവരുടെ ഷെയർ ക്യാപിറ്റലിൽ ഒരു ഭാഗമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഓഫർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ അതിലെ ഷെയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു ഷെയറിൽ ആ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ എന്തായിട്ട് മാറും? ആ കമ്പനിയുടെ ഓണറായിട്ട് മാറും, അല്ലെങ്കിൽ ഓണേഴ്സിൽ പെട്ട ഒരാളായിട്ട് മാറും. അങ്ങനെ അയാൾ ആ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള റിട്ടേണുകളായിരിക്കും കിട്ടുക. 2 രീതിയിലുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ ഷെയറിൽ നിന്ന് കമ്പനിക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ കമ്പനി ഒരു വർഷത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യാണ്? ഈ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പോൾ ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ആ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ആ ഒരു റിട്ടേൺ ആണ്, ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നമുക്ക് ഈ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യോളം ഈ ഷെയർ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ക്യാഷിന് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാം? ഈ ഷെയർ മറ്റൊരാൾക്ക് നമുക്ക് വിൽക്കാം. അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച വിലയും അതേപോലെ തന്നെ വിറ്റ വിലയും ഉണ്ടായിരിക്കും. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ട്. ഇപ്പോൾ 100 രൂപക്ക് വാങ്ങിയൊരു ഷെയർ 120 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ 20 രൂപ കിട്ടും. അതും നമുക്കൊരു ഇൻകം ആയിട്ട് പറയാം. ഇനി അതേപോലെ സമയത്ത് ഈ ഷെയറിൽ
ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് മറ്റു ഡെപ്റ്റ് സെക്യൂരിറ്റീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്ന് പറയാം. കാരണം ഇവിടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഷെയറിൻ്റെ പ്രൈസ് കൂടുക മാത്രമല്ല കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കമ്പനിയുടെ ഈ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്ന് പറയുന്നത്. അതായത് ഷെയറിൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഷെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതും ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ് തന്നെയാണ്. കമ്പനീസിന് അവരുടെ ഷെയർ ക്യാപിറ്റൽ മാത്രം തികയാതെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, കടപ്പത്രം ഇഷ്യൂ ചെയ്യുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. പബ്ലിക്കിനോട് പറയും ഞങ്ങൾക്ക് ഇത്ര ക്യാഷ് ആവശ്യമുണ്ട്, ആർക്കെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതൊരു കടമായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു നിശ്ചിത സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്നുള്ള രീതിയിലാണ് കമ്പനി എന്ത് ചെയ്യുക ഇഷ്യൂ ചെയ്യുക. ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു കടപ്പത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിലേക്ക് അവർക്ക് കടം കൊടുക്കുകയാണ്, ക്യാഷ് കടമായിട്ട് കൊടുക്കുകയാണ്. അതിന് കമ്പനി നമുക്ക് തരിക ഒരു നിശ്ചിത പീരീഡിൽ ഇൻട്രസ്റ്റ് തരും. നിശ്ചിത പീരീഡിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയർലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് തരും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിന് പുറമെ അതെന്ത് ചെയ്യും, ആ ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടായിരിക്കും. ഈ ഡിബഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റെഗുലർ ആയിട്ടുള്ള, കാരണം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിശ്ചിത ശതമാനം, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, കമ്പനി അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു റെഗുലർ റിട്ടേൺ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ റിസ്ക് കുറവാണ്. കാരണം ഒരു നിശ്ചിത പീരീഡ് എന്ത് ചെയ്യും, നിശ്ചിത പീരീഡ് കഴിയുന്ന സമയത്ത് ഈ ഒരു അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആ ഒരു എമൗണ്ട് അവർക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, റിസ്ക് കുറവാണ്. ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് കുറവാണ് എന്ന് പറയും. അപ്പോൾ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് നമ്മൾ കടമായിട്ട് കൊടുക്കുകയാണ്. ആ കടമായിട്ട് കൊടുക്കുമ്പം കമ്പനി എന്ത് ചെയ്യും, അതിന് പകരമായിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ഡിബഞ്ചർ ഡോക്യുമെൻ്റ് എന്ന് പറയാൻ. ആ ഒരു ഡെപ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡെപ്റ്റ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അതായത് നമുക്ക് ഈ കടം കൊടുത്തു എന്ന് അതുകൊണ്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷിന് ആവശ്യം വരികയാണെങ്കിൽ ഈ ഡിബഞ്ചറിൻ്റെ ഈ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെപ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അത് എൻക്യാഷ് ചെയ്യാൻ പറ്റും. അത് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഡിബഞ്ചർ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് അത് ക്യാഷായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലെസ് റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ റിട്ടേൺ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഷെയറിൻ്റെ കേസിൽ അങ്ങനെയല്ല. കമ്പനിക്ക് ഒരു ഹൈ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ഹൈ ഡിവിഡൻഡ് തന്നെ അല്ലെങ്കിൽ ഒരു ഹൈ റിട്ടേൺ ഉണ്ടാവാനേ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു നിശ്ചിത എത്രയാണോ കമ്പനി ആ ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞ ഒരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 100 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതിന് 10% അതിന് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ വർഷാവർഷം 10%, 10 രൂപ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു ഡിബഞ്ചറിൻ്റെ മുകളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിബഞ്ചർ എന്നല്ല, നമുക്ക് ഒന്നിലധികം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാം. ഒരു 10 ഡിബഞ്ചറോ അല്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വർഷത്തിൽ 100 രൂപ കിട്ടും. അല്ലെങ്കിൽ നമ്മളെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ. പക്ഷേ ഒരു നിശ്ചിത പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പെർസെൻറ്റേജിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുക. പക്ഷേ ഷെയറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഷെയറിൽ എത്രയാണ് കമ്പനിക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ആ പ്രോഫിറ്റിനനുസരിച്ചായിരിക്കും നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഷെയറിനെ സംബന്ധിച്ച് നോക്കുന്നിടത്തോളം ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ലെസ് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, പിന്നെ നമുക്ക് റിട്ടേൺ ഒരു ലിമിറ്റഡ് ആണ്, ഒരു നിശ്ചിത റിട്ടേൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് റിട്ടേൺ അൺലിമിറ്റഡ്, ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യാം കൂടുതൽ, ഒരു അൺസർട്ടൈൻ ആണ് നമുക്ക് അവിടെ റിട്ടേണിൻ്റെ കാര്യത്തിൽ. അതാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റ്, ഡിബഞ്ചർക്ക്. അതും കമ്പനിയിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ദെൻ തേർഡ് വൺ ബോൺസ് ആണ്. ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ചില രാജ്യങ്ങളിലൊക്കെ ഡിബഞ്ചർ ബോണ്ട് എന്ന് പറയുന്നത് സെയിം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ ഡിബഞ്ചറും ബോണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ ബോണ്ട് എന്ന് പറയുന്ന ഒരു കടപ്പത്രം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ ഡിബഞ്ചറും ബോണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ബേസിലാണ്. ഒരു പ്രൈവറ്റ് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ അതിനെ ഡിബഞ്ചർ എന്നുള്ളതും, അതേപോലെ തന്നെ ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് ബോണ്ട് എന്നുള്ളതാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ
ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിനെ അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ബോണ്ട് എന്ന് വിളിക്കുക. അതിനൊരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് അത് ഡിബഞ്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറും ബോണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ അത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ബേസിലാണ്. ഇപ്പോൾ മറ്റു ഫോറിൻ കൺട്രീസിലൊക്കെ കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ ഉണ്ട്, അതായത് പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്, ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള പിന്നെ ഡെപ്റ്റ് സെക്യൂരിറ്റിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് അതോറിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയൊക്കെയാണ് ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് ഡിബഞ്ചർ എന്ന് വിളിക്കാം. ഈ ബോണ്ടിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും അതിൻ്റെ റിട്ടേൺ പറയുന്നത്. ബോണ്ടിൻ്റെ റിട്ടേണിന് നമ്മൾ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേര് കൂപ്പൺ എന്നുള്ളതാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് നമ്മൾ വിളിക്കുന്ന പേര് കൂപ്പൺ റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ കൂപ്പൺ എത്രയായിരിക്കണം കിട്ടേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചു വെക്കും. ആ ഒരു റേറ്റിനെ, ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് കൂപ്പൺ റേറ്റ് എന്നുള്ളതൊക്കെ പറയാം. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കമ്പനീസ് തന്നെയാണ് ഈ പബ്ലിക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനീസിന് എന്ത് ചെയ്യാം, അവർക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. അതായത് അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ നീഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നായിട്ട് ഫണ്ടിന് ആവശ്യം വരുന്ന ആ ഫണ്ടിന് ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ അതിന് കോൺട്രാക്ട് ചെയ്താം. ഒന്നുകിൽ ഒരു നിശ്ചിത പീരീഡിൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓരോ വർഷത്തിലും. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് അവർക്ക് ഫണ്ട് ആവശ്യം വന്നിട്ടുള്ളത്. അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. അതിന് മാസാമാസം 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ എന്നുള്ള രീതിയിൽ എഗ്രിമെൻറ്റ് നടത്താം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് തിരിച്ചു തരുന്ന സമയത്ത്, അത് ഈ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു 50,000 രൂപ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് ഒരു നിശ്ചിത പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു പീരീഡിന് ശേഷം ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത്ര രൂപ അഡീഷണൽ ആയിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് അങ്ങനെയും എഗ്രിമെൻ്റ് ചെയ്തു. അപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കമ്പനിക്ക് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ഡെപ്പോസിറ്റിന് തക്കതായിട്ടുള്ള ഒരു റിട്ടേൺ കൊടുക്കുക എന്നുള്ളത്. അത് റെഗുലർ റിട്ടേൺ ആയിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ റിട്ടേൺ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫോർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ ഫോർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. പോപ്പുലറിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവാണ്. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കറിയാം, ബാങ്കിൽ പല രീതിയിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ ഏതിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്പോസിറ്റ് നടത്താം. അത് നമ്മൾ ഡെപ്പോസിറ്റ് നടത്തുന്നതിനനുസരിച്ചും അതേപോലെ തന്നെ നമ്മളത് ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന പീരീഡിനനുസരിച്ചായിരിക്കും നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുക. നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. സേവിങ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിനൊരു കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഡെപ്പോസിറ്റുകൾക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ആർക്കാണ് ഫണ്ട് ആവശ്യമുള്ളത് അവർക്ക് അത് ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിന് പിന്നെ അവർക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫണ്ട് വേണം. അപ്പോൾ അത് ആ ഫണ്ടിന് വേണ്ടിയിട്ടാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ പബ്ലിക്കിന് അതൊരു ശരിക്കും എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് പകരമായിക്കൊണ്ട് ബാങ്ക് അതിന് തിരിച്ചു കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കൊടുക്കും. പബ്ലിക്കിന് എപ്പോഴാണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് എപ്പോഴാണോ ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന അത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആണ്. ബാങ്കിനെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസ് എന്ത് ചെയ്യാറുണ്ട്, ഈ സേവിങ്സ് അത് സാധാരണയായിക്കൊണ്ട് ഈ ഒരു റൂറൽ ഏരിയാസിലെ ചെറിയ ചെറിയ സേവിങ്സുകളെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ശരിക്കും ഈ ഒരു ബാങ്കിനെ പോലെ തന്നെ എന്ത് ചെയ്യാറ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. കാരണം ഈ റൂറൽ പീപ്പിൾസിൻ്റെ കയ്യിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും സേവിങ്സ് ഉണ്ട്. 10 രൂപ മുതൽ ഉള്ള സേവിങ്സുകൾ ബാങ്കിൽ സാധാരണയായിട്ട് നമ്മളങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാറില്ല, ചെറിയ ചെറിയ എമൗണ്ടുകൾ. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ എന്ത് ചെയ്യാം,
നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ₹1 മുതൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് നടത്താം. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ ചെറിയ റൂറൽ പീപ്പിളുള്ള ഏരിയാസിന് അവരുടെ ചെറിയ ചെറിയ സേവിങ്സുകൾ ഒരു വലിയ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഈ റൂറൽ പീപ്പിൾസിൻ്റെ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് റിട്ടേൺ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ അതിന് റിട്ടേൺ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു ഫണ്ടിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ പറയാം. ദെൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയീസ്, സാലറീഡ് ആയിട്ടുള്ള പീപ്പിൾസിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ PPF എന്ന് പറഞ്ഞാൽ അതിനൊരു അക്കൗണ്ട് തുടങ്ങാം. അതിൻ്റെ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു നിശ്ചിത സാലറിക്ക് അകത്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ PPFൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അതിലേക്ക് മിനിമം ഒരു വർഷത്തിൽ ₹500 അതിൻ്റെ ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിൽ മിനിമം നമ്മൾ ₹500 ഒരു വർഷത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. 500 കൂടുതലായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും, അതിൽ നമുക്ക് നമ്മുടെ സാലറിയുടെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുക, അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓരോ മാസവും എന്ത് ചെയ്യാം, അവർക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് പിടിക്കും. ഇപ്പോൾ സാലറീഡ് പീപ്പിൾസിനൊക്കെ അവരുടെ ഈ ഒരു സാലറി അക്കൗണ്ടുമായിട്ട് ഈ ഒരു PPF അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത എമൗണ്ട് അവരിങ്ങനെ പിടിച്ചു പോയിക്കോളും. ഓരോ മാസവും ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ അവർ പിടിച്ചു പോകും. അത് ഒരു വലിയ എമൗണ്ട് ആയിട്ട്, അത് പെൻഷൻ സമയത്തേക്ക് ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറാനും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ലോണുകൾ എടുക്കാനും വിഡ്രോ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മിനിമം അതിൽ ഒരു വർഷം ₹500 പേയ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നടത്തണം എന്നേ അതിലുള്ളൂ. അപ്പോൾ 1969 ഇങ്ങനൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനൊരു അതിൽ നിന്ന് ഫണ്ട് എപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അത് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലോണുകൾ എടുക്കാം, അത് വെച്ചിട്ട് ലോണുകളൊക്കെ എടുക്കാം. അപ്പോൾ ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്ന PPF അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ എട്ടാമത്തെ പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഫണ്ടുകൾക്ക്, അല്ലെങ്കിൽ ചെറിയ ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുക. ഓക്കെ, ഷോർട്ട് ടൈം ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പനീസിനൊക്കെ ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം ആയിട്ട് ഫണ്ട് ആവശ്യം വരും. അപ്പോൾ അതിന് അവർ കൊമേഴ്ഷ്യൽ പേപ്പർ പോലുള്ള, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി പീരീഡുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയാസ് അവർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിന് കൊമേഴ്ഷ്യൽ പേപ്പർ തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ അവർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതായത് അവർ ചെയ്യുന്നത്, ആ ഒരു സമയത്തേക്ക് ഫണ്ട് അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതിനവർ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട്, ഇപ്പോൾ ട്രഷറി ബില്ല് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബില്ല്. അതിന് സാധാരണയായിട്ട് ഒരു വർഷത്തിൽ താഴെയാണ് അതിന് കാലാവധി ഉണ്ടാവാറുള്ളത്. ഗവൺമെൻറ്റിന് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് പബ്ലിക്കിലേക്ക് ട്രഷറി ബില്ല് അവർ ഇഷ്യൂ ചെയ്യും. ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ട്രഷറി ബില്ല് എന്ത് ചെയ്യാം, പബ്ലിക്കിന് അത് വാങ്ങിക്കാം, ആ ട്രഷറി ബില്ല് വാങ്ങിക്കാം. പകരമായിക്കൊണ്ട് പബ്ലിക് എന്ത് ചെയ്താൽ മതി, പബ്ലിക് മീൻസ് ഇൻവെസ്റ്റർ അതിന് ക്യാഷ് കൊടുത്താൽ മതി. ഒരു 10 ലക്ഷം രൂപയുടെ ട്രഷറി ബില്ലൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രഷറി ബില്ല് നമുക്ക് വാങ്ങിക്കാം. 10 ലക്ഷം രൂപ കൊടുത്ത് ആ ട്രഷറി ബില്ല് നമുക്ക് വാങ്ങിക്കാം. അതൊരു വർഷത്തിൻ്റെ കാലാവധിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു വർഷം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗവൺമെൻറ് 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു തരും. സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട്, അത് നമ്മൾ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര രൂപ അതിന് റിട്ടേൺ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ട് അടക്കം നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതെങ്ങനെയാണ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയും. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ 9th വൺ മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ UTI ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഏജൻസിയാണ് UTI ഒക്കെ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവർ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് മ്യൂച്വൽ
മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് പ്രവർത്തിക്കുന്നത്. അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സേവിങ്സുകൾ സ്വീകരിക്കും. അപ്പോൾ അവരുടെ കയ്യിലൊരു ഹ്യൂജ് എമൗണ്ട് വരും. ഈ ഹ്യൂജ് എമൗണ്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അതിനെന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ചെറിയ ചെറിയ സേവിങ്സ് അല്ലെങ്കിൽ സേവിങ്സ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ സേവിങ്സ് ആരാണോ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുത്തിട്ടില്ല അവർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ സേവിങ്സിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഒക്കെ ഒരു സേവിങ്സ് എന്ത് ചെയ്യും, ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് അവർ സ്വീകരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു വലിയ ഫണ്ട് അവരുടെ കയ്യിൽ വരും. ഈ വലിയ ഫണ്ട് വലിയ വലിയ കമ്പനീസിലും അതേപോലെ തന്നെ വലിയ വലിയ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പിന്നെ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആ റിട്ടേൺ എന്ത് ചെയ്യും, ഈ ഏജൻസി സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഈ പിന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് അവർ എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യും, ഇവർക്ക് വിധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ കമ്പനികൾക്കിടയിലും അതേപോലെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഏജൻസീസിനെ നമ്മൾ കാണുന്നത്. അതാണ് നമുക്ക് 9th വൺ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് പറയുന്നത്. ദെൻ 10th വൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ഇൻഷുറൻസിൽ കുറേ ആളുകളൊക്കെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് ആയിക്കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പീരിയോഡിക്കലി നമുക്കൊരു പ്രീമിയം എമൗണ്ട് കൊടുക്കാം. അങ്ങനെ പ്രീമിയം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത പീരീഡ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിലോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു വലിയ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അവിടെ പിന്നെ നമുക്ക് ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 ലക്ഷത്തിൻ്റെ ഒക്കെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് 1 ലക്ഷം രൂപ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ 10 വർഷത്തിന് ശേഷം അതൊരു 5 ലക്ഷം രൂപയായിട്ട് തിരിച്ചു തരാം. ഇനി ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഈ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള ആൾ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു എമൗണ്ട് പിന്നെ 5 ലക്ഷം രൂപ അതിന് മുമ്പേ തന്നെ മരണം സംഭവിക്കുക അല്ലെങ്കിൽ ഈ പിന്നെ മെച്യൂരിറ്റി പീരീഡ് ആവുക, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് എമൗണ്ട് തിരിച്ചു തരാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇത് ലംസം എമൗണ്ടിന് പകരം നമ്മൾ പ്രീമിയം എമൗണ്ട് ആയിട്ട് ഓരോ വർഷവും ഇത്ര നിശ്ചിത, ഓരോ വർഷത്തിലും 5000 രൂപ അല്ലെങ്കിൽ ഓരോ മാസത്തിലും 2000 രൂപ, അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രീമിയം എമൗണ്ടുകളായിട്ട് ഇങ്ങനെ തവണകളായിട്ടും നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടും കൊടുക്കാം. അത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഒരു നിശ്ചിത പീരീഡ് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത പീരീഡിന് മുമ്പ് നമുക്ക് ആ ഒരു പിന്നെ ഇൻഷുർ ചെയ്തിട്ടുള്ള ആൾ മരിക്കുകയോ ചെയ്യണം, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടും. മരണപ്പെടുകയാണെങ്കിൽ അത് ആർക്കാണോ പിന്നെ ആ ഒരു ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് നോമിനി ആയിട്ട് കൊടുത്തിട്ടുള്ള ആ നോമിനിക്കായിരിക്കും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക. ഇനി അഥവാ മെച്യൂരിറ്റി പീരീഡ് ആണ് ആദ്യം ആവുന്നതെങ്കിൽ അപ്പോൾ ഈ ഇൻഷുർ ചെയ്തിട്ടുള്ള ആൾക്കായിരിക്കും എന്ത് ചെയ്യുക, എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇതിനെയാണ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അത് പിന്നെ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന്, നമുക്ക് ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് അതിനൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പിന്നെ ഇൻഷുർ ചെയ്തിട്ടുള്ള ആൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ നോമിനിക്ക് അതൊരു പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കാണാം. അപ്പോൾ അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് നമ്മൾ പിന്നെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, ലാൻഡോ അല്ലെങ്കിൽ ലാൻഡിനോട് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളോ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലുള്ള ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. ഇപ്പോൾ നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുക, ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും, അതൊരു ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ കിട്ടും. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിയിട്ട് ഒരു 2 വർഷത്തിന് ശേഷം നമ്മൾ ആ ഒരു ബിൽഡിംഗ് വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അതിന് ആ ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ അവിടുത്തെ ഉള്ള ഒരു പ്രൈസ് കൂടിയിട്ടുണ്ടായിരിക്കും. ആ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും, അതൊരു റിട്ടേൺ ആയിട്ട് കണക്കാകും. ഇനിയിപ്പോൾ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റെൻറ്റിന് കൊടുത്തിട്ട് ആ ഒരു പീരീഡിൽ നമുക്ക് അതിൽ നിന്ന് റെൻറ്റ് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് റിട്ടേൺ എടുക്കാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലാൻഡോ അല്ലെങ്കിൽ ലാൻഡിനോട് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും, അതാണ് അതിൽ നിന്ന് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു പിന്നെ ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങി ആ ഒരു ഏരിയക്ക് എന്തോ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യണം, വില കുറഞ്ഞു വരികയാണ്.
അങ്ങനെയാണെങ്കിൽ അതോട് നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് എന്നുള്ളപ്പോൾ കറൻ്റിലി ഒരു പിന്നെ അവിടെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ മൂല്യം കൂടി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിനൊക്കെ കാണാറുള്ളത്. ഓക്കെ, അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ തന്നെയാണ്. ദെൻ ഗോൾഡ് ആൻഡ് സിൽവർ നമുക്കറിയാം പ്രഷ്യസ് മെറ്റൽസ് ആണ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഈ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ സമയത്ത് അത് വാങ്ങിക്കുകയും വില കൂടിയ സമയത്ത് അത് വിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഗോൾഡിനെയും സിൽവറിനെയൊക്കെ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മളത് ധരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട്, അതേപോലെ തന്നെ അത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും വാങ്ങിക്കാറുണ്ട്. നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അവിടെ കാണുന്നത്. ആ ഗോൾഡ് വാങ്ങി വെക്കും, ഗോൾഡ് ഒരു വില കുറഞ്ഞ സമയത്ത് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് വില കൂടുന്ന സമയത്ത് നമ്മൾ വിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും, നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് ഗോൾഡിനെയും സിൽവറിനെയും ഒക്കെ പറയാം. പ്രഷ്യസ് മെറ്റൽസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇതേപോലെ തന്നെ ഡയമണ്ട്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതൊരു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം. ദെൻ 13 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയൊരു വീട് വാങ്ങിയിട്ട് ആ വീട് വാങ്ങിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അതിൻ്റെ വില കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതൊരു മറ്റൊരാളുടെ അടുത്തൊരു എഗ്രിമെൻ്റ് എഴുതിയിടാം. പിന്നെ ആ ഒരു വീട് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഗ്രിമെൻ്റ് എഴുതാം. ആ ഒരു എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് പിന്നെ നമ്മൾ അയാളോട് പറയുന്നുണ്ട്, അവിടെ നമുക്ക് പല രീതിയിലുള്ള ഡെറിവേറ്റീവ് കാണാം. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയുന്നത് 4 രീതിയിലുള്ള ഡെറിവേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏത് തരത്തിലുള്ള എഗ്രിമെൻ്റ് വേണമെങ്കിലും എഴുതാം. ഈ ഫോർവേഡും ഫ്യൂച്ചറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ എഗ്രിമെൻറ്റിനനുസരിച്ച് നമ്മൾ ആ വീട് അയാൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വീടെടുത്ത് 10 ലക്ഷം രൂപയുടെ വീടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരാളോട് എഗ്രിമെൻ്റ് ചെയ്താണ് ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീട് 15 ലക്ഷത്തിന് വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെൻ്റ് ചെയ്തും. അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ആ ഒരു വീടിന് വില കൂടാനും സാധ്യതയുണ്ട്, വില കുറയാനും സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എഗ്രിമെൻ്റ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 വർഷത്തിന് ശേഷം അയാൾക്ക് ആ ഒരു വീട് 15 ലക്ഷത്തിന് കൊടുക്കാം. സ്വാഭാവികമായിട്ടും 5 ലക്ഷം രൂപ നമുക്ക് അവിടെ റിട്ടേൺ കിട്ടുമെന്നുള്ള നിർബന്ധമാണ്. ഇപ്പോൾ ഇനി പിന്നെ ആ എഗ്രിമെൻ്റ് എഴുതിയത് കൊണ്ട് ആ മറ്റു സെക്കൻഡ് പാർട്ടിക്കുള്ള ഒരു ലാഭം എന്ന് വെച്ചാലും, അപ്പോൾ ആ ഒരു വീടിന് ഇപ്പോൾ 15 ലക്ഷമാണ് നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുള്ളത്. അത് ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് 20 ലക്ഷത്തിലേക്ക് വരെ എത്താം. പക്ഷേ നമ്മൾ ഇയാളോട് എഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് അയാൾക്ക് 15 ലക്ഷത്തിന് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാം, അത് 15 ലക്ഷത്തിന് വാങ്ങിയിട്ട് 20 ലക്ഷത്തിന് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അയാൾക്കും അവിടെ ലാഭമാണ്, നമുക്കും അവിടെ എന്തുണ്ട്, അവിടെ ഒരു റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഈ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയുന്ന ഈ 4 ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ 4 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, ഡെറിവേറ്റീവിൻ്റെ 4 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് 4 തരത്തിലാണ് എഗ്രിമെൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് 4 ഓപ്ഷൻസ് ആയിട്ട് അവിടെ നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ 4 ടൈപ്സ് ഒക്കെ നിങ്ങൾ ആ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ 14th അവിടെ കാണാം കമ്മോഡിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങിയിട്ട് ഗുഡ്സ് വാങ്ങിയിട്ട് ഫ്യൂച്ചറിൽ വിൽക്കാമെന്നുള്ള കൺസംഷന് വേണ്ടിയിട്ടല്ല നമ്മളവിടെ ഗുഡ്സ് വാങ്ങിക്കുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അയൺ ആവാം, അല്ലെങ്കിൽ സ്റ്റീൽ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോപ്പർ ആവാം, ഓയിൽ ആവാം, ഷുഗർ ആവാം, കോഫി, കോട്ടൺ, റബ്ബർ, ഇതൊക്കെ എന്താണ് ഗുഡ്സിന് എക്സാമ്പിൾ, കമ്മോഡിറ്റീസിന് എക്സാമ്പിളാണ്. ഈ കമ്മോഡിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടല്ല നമ്മൾ പർച്ചേസ് ചെയ്യുക, അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാൾ കുറച്ച് കൂടിയ വിലക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അയാൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യുക. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഒരു ഇൻകം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14ാമത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മോഡിറ്റീസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫണ്ടിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്, ഒരാൾക്ക് അയാളുടെ ഫണ്ട് അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ക്യാഷ് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഷെയർസ് ആണ്. ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഷെയർ ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചേഴ്സ് ആണ്. കമ്പനിക്ക് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത്
അവർ കടപ്പത്രം ഇഷ്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. ദെൻ ബോൺസ് ആണ്. ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ബോൺസ് എന്ന് പറയുക. ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ്, കമ്പനിക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയും. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. അതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ്. നമുക്കറിയാം ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിന് പകരമായി കൊണ്ട് നമുക്ക് കിട്ടുക ഇൻട്രസ്റ്റ് കിട്ടും. ഒരു നിശ്ചിത പീരീഡ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് ഒരു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഡെപ്പോസിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ദെൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആണ്. പോസ്റ്റ് ഓഫീസിലും കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിൽ സേവിങ്സ് നടത്തുന്ന പോലെ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതിനാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്ന് പറയുക. അതിന് നമുക്ക് കിട്ടുന്നത് അവിടെ ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് പറഞ്ഞു. സാലറീഡ് പീപ്പിൾസിന് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. അവിടെ നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, അതായത് നമ്മൾ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് റിട്ടേൺ ആയി കിട്ടും. ഈ ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, ടാക്സ് എക്സംപ്റ്റഡ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഒരു ടാക്സ് ഷീൽഡ് ഉള്ള ഒരു എക്സംപ്റ്റഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടാക്സ് ഷീൽഡ് കിട്ടുന്ന അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് നമുക്ക് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിനെ നമുക്ക് പറയാം. ഓക്കെ, ഇത് 1969 പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഒരു വർഷത്തിൽ താഴെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ആ ഒരു വർഷത്തിൽ താഴെ പീരീഡ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ പോലെയുള്ള പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ്, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുക. അത് നമുക്ക് ആ ഒരു തിരിച്ച് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി കിട്ടും. അതായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. പിന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറഞ്ഞു, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് വലിയ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഈ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് അത് വീതിച്ച് കൊടുക്കുകയാണ്. അവർ എത്രയാണോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്യും, അത് വീതിച്ച് കൊടുക്കും. അതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യാം, ഒരു ലംസം എമൗണ്ട് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ പീരിയോഡിക്കലി ഒരു പ്രീമിയം എമൗണ്ട് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, എമൗണ്ടുകൾ ഇങ്ങനെ ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഈ ഇൻഷുറർ മരണപ്പെടുക, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ഈ ഇൻവെസ്റ്റർക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഇൻവെസ്റ്റർ മരണപ്പെടുകയാണെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ നോമിനിക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ റിയൽ എസ്റ്റേറ്റ് ആണ്. ലാൻഡോ അല്ലെങ്കിൽ ലാൻഡിനോട് പെർമനൻ്റ്ലി അഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ലാൻഡോ അല്ലെങ്കിൽ ലാൻഡിനോട് അഫിക്സ് ചെയ്ത ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് പോലുള്ള കാര്യങ്ങൾ, അവ വാങ്ങിയ വില അത് വിൽക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ വാങ്ങിയ വിലയേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വില കിട്ടും. ആ ഒരു പിന്നെ തമ്മിലൊരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ ഗോൾഡ് ആൻഡ് സിൽവർ ആണ്. പ്രഷ്യസ് മെറ്റൽസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. വില കുറഞ്ഞ സമയത്ത് വാങ്ങുകയും വില കൂടിയ സമയത്ത് വിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് ആ ഒരു കിട്ടുന്ന റിട്ടേൺ ആയിരിക്കും നമുക്കവിടെ ഈ പ്രഷ്യസ് മെറ്റൽ അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവറിന് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഗോൾഡ് ആൻഡ് സിൽവർ നമുക്ക് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഒന്ന് നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയാം. അതായത് അത് നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള. ദെൻ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ, സെൽഫ് കൺസംഷൻ അല്ലാതെ നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാം. കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ അയൺ ആവാം, സ്റ്റീൽ ആവാം, അല്ലെങ്കിൽ ഷുഗർ ആവാം, ഓയിൽ ആവാം,
കോഫി, കോട്ടൺ, റബ്ബർ, ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യും. ആ കമ്മോഡിറ്റി എന്ത് ചെയ്യും, നമ്മൾ മറ്റൊരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യും. സ്വാഭാവികമായിട്ട് ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, അതിനെയാണ് കമ്മോഡിറ്റീസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.